സ്നേഹിച്ച് തുടങ്ങിയിട്ട് 4 വർഷമായി. ഇപ്പോഴും സ്നേഹിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. എന്നിട്ടും സ്നേഹിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാര്യയുടെ സൗന്ദര്യത്തിൻ്റെ പിന്നിൽ ഭർത്താവാണെന്നും ഭർത്താവിൻ്റെ ആരോഗ്യത്തിൻ്റെ പിന്നിൽ ഭാര്യയാണെന്നുമാണ് സാധാരണ പറയുന്നത്. അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. ഷായുമായിട്ടൊന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഖം നല്ലപോലെ ഒന്ന് വാടിക്കരിഞ്ഞ് ഉള്ള സൗന്ദര്യം മൊത്തം പോകും. പക്ഷേ കണ്ട ഇപ്പം സൗന്ദര്യത്തോടെ ഇരിക്കുന്നുണ്ട. അങ്ങനെയാണ്. അപ്പം സ്നേഹം ഉണ്ടെങ്കിലേ നമ്മുടെ സൗന്ദര്യം ഉള്ളൂ. അങ്ങനെയാണ് അല്ലേ? അപ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഷോ എന്തുവാണെന്ന് വെച്ചാൽ, ഞാനൊരു കല്യാണത്തിന്, ഞാനും മൂസനായും ഷായു അലി ഐഷുമ്മയും കൂടെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. എന്ന് വെച്ചാൽ റിസപ്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ റെഡിയായി, ഐഷുമ്മ റെഡിയായി, മൂസിന റെഡിയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് നല്ലപോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മൂസിന പറയാം, മണത്ത മുഖത്ത് നല്ല പൊട്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ, നോക്കി കണ്ടൊക്കെ ഇറങ്ങാവുള്ളൂ, ഇല്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഓഡിറ്റോറിയത്തിൽ വന്നു. പക്ഷേ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടും നമുക്ക് ആ സ്റ്റേജിൽ കയറി ഇരിക്കുമ്പോഴത്തേക്കും ഷായി മൂസിനെ വിളിക്കുക, നമുക്ക് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് നേരെ കഴിക്കാൻ പോയപ്പോഴും പൊറോട്ടയും ഇതായിരുന്നു ചിക്കൻ കറിയും. പക്ഷേ എനിക്ക് പൊറോട്ട ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അപ്പം മേടിച്ച് കഴിച്ചു. പൊറോട്ട ഞാൻ ഷായ്ക്ക് ഇട്ടെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിച്ചു. ഐഷുമ്മയും നല്ലപോലെ കഴിച്ചു. ഞങ്ങൾ കൈയൊക്കെ വന്ന് കഴുകി. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൊറയൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഐഷുമ്മ ഇങ്ങനെ ഒരു പയ്യൻ പോയപ്പോൾ വായി നോക്കിയിരിക്കുകയുണ്ട്. അപ്പോഴേ ഷാവറിന് ഐഷുമ്മ എന്താ ഐഷുമ്മ വായി നോക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വായി നോക്കി തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് ഷിജിനെ ഞാനവിടെ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടു ഗൈസ്. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഷിജിനെ എൻ്റെ അടുത്ത് ഓടി വന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.